വാക്യാന്വയാധികരണത്തിലെ രണ്ടാമത്തെ സൂത്രം. പ്രതിജ്ഞാ സിദ്ധിർ ലിംഗമാസ്മരത്യഃ. പ്രതിജ്ഞാ സിദ്ധേഃ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത് കഴിഞ്ഞ സൂത്രത്തിൽ വാക്യാന്വയാത് നവാരേ സർവസ്യ കാമായ പ്രിയം ഭവതി. അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, ഈ മന്ത്രത്തിൻ്റെ തുടക്കം സഹോവാച നവാരേ പത്യുഃ കാമായ പതിഃ പ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതിഃ പ്രിയോ ഭവതി നവാരേ ജായായൈ കാമായ ജായാ പ്രിയാ ഭവതി ആത്മനസ്തു കാമായ ജായാ പ്രിയാ ഭവതി നവാരേ പുത്രാണാം കാമായ പുത്രാഃ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ പുത്രാഃ പ്രിയാ ഭവന്തി നവാരേ വിത്തസ്യ കാമായ വിത്തം പ്രിയം ഭവതി ആത്മനസ്തു കാമായ വിത്തം പ്രിയം ഭവതി നവാരേ പശൂനാം കാമായ പശവഃ പ്രിയാഃ ഭവന്തി ആത്മനസ്തു കാമായ പശവഃ പ്രിയാ ഭവന്തി നവാരേ ബ്രഹ്മണകാമായ ബ്രഹ്മപ്രിയം ഭവതി ആത്മനസ്തു കാമായ ബ്രഹ്മപ്രിയം ഭവതി നവാരേ ക്ഷത്രസ്യ കാമായ ക്ഷത്രം പ്രിയം ഭവതി ആത്മനസ്തു കാമായ ക്ഷത്രം പ്രിയം ഭവതി നവാരേ ലോകാനാം കാമായ ലോകാഃ പ്രിയാഃ ഭവന്തി ആത്മനസ്തു കാമായ ലോകാഃ പ്രിയാ ഭവന്തി നവാരേ ദേവാനാം കാമായ ദേവാഃ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ ദേവാഃ പ്രിയാ ഭവന്തി നവാരേ വേദാനാം കാമായ വേദാഃ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ വേദാഃ പ്രിയാ ഭവന്തി നവാരേ ഭൂതാനാം കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി ആത്മനസ്തു കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി നവാരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവന്തി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവന്തി ആത്മാവാരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിദിധ്യാസിതവ്യഃ മൈത്രേയി ആത്മനി ഖലു അരേ ദൃഷ്ടേ ശ്രുതേ മതേ വിജ്ഞാതേ ഇദം സർവം വിദിതം. ഇതാണ് മന്ത്രം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ മന്ത്രം ഇപ്പം പറഞ്ഞപ്പം തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അതുകൊണ്ട് പിന്നെ അർത്ഥം നമുക്കെല്ലാം അറിയാവുന്ന വാക്കുകൾ തന്നെയാണ്. അപ്പം അതിനകത്ത് അറിയാൻ വയ്യാത്ത വാക്കെന്ന് പറയുന്നൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പം അത് കാരണം നമുക്ക് മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തുടക്കത്തിൽ ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. അപ്പോൾ ഇപ്രകാരം ഇവിടുത്തെയുള്ള ഈ പറച്ചിലിൽ ഇവിടുത്തെ തുടക്കം ഇതാണല്ലോ ഇവിടുത്തെ ഉപക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉപക്രമത്തിൽ പ്രിയം ആത്മനസ്തു നവാരേ പത്യുഃ കാമായ പതിഃ പ്രിയോ ഭവതി പ്രകാരം ഈ പ്രിയത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഈ പ്രിയം പറയുന്നത് തീർച്ചയായിട്ടും ജീവാത്മാവിൻ്റെ പ്രിയത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്, ജീവാത്മാവിനുള്ള പ്രിയത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ തുടക്കം എന്ന് പറയുന്നത്. അതാണ് പ്രതിജ്ഞാസിദ്ധേഃ ലിംഗം ആസ്മരത്യഃ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ആചാര്യൻ്റെ പേരാണ് ആസ്മരഥ്യൻ എന്ന് പറയുന്ന ആചാര്യൻ. അപ്പോൾ ആസ്മരഥ്യൻ എന്ന് പറയുന്ന ആചാര്യൻ്റെ അഭിപ്രായത്തിൽ പ്രതിജ്ഞാസിദ്ധേഃ ലിംഗം എന്ന് പറയുന്നത് സൂചകം, അറിയിക്കുന്നത് എന്നർത്ഥം.
അപ്പോൾ ഇത് അറിയിക്കുന്നു. ആസ്മരത്യാചാര്യൻ പറയുന്നു പ്രതിജ്ഞാസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള അറിയിക്കലാണ് തുടക്കത്തിൽ ഉള്ളത് എന്ന്. അപ്പോൾ പ്രതിജ്ഞാസിദ്ധി എന്ന് പറയുന്നത് ഇവിടെ എന്താ? ഏകവിജ്ഞാനത്താൽ സർവവിജ്ഞാനം സിദ്ധിക്കും എന്ന പ്രതിജ്ഞയുടെ സാഫല്യം എന്ന്. ഇനിയിപ്പം പ്രതിജ്ഞ ഇനി വരാൻ പോകുന്നുണ്ട്. ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരും. ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമ്പോൾ ഇവിടുത്തെ ചില ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളിൽ ഒന്നിതാണ് ആത്മാവിനെ, അതായത് പരമാത്മാവിനെ. ഇപ്പോൾ പരമാത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമെന്നുണ്ടെങ്കിൽ ഒന്നിനെ അറിഞ്ഞാൽ മറ്റൊന്നറിയുക സാധ്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജീവാത്മാവ് വേറെയും പരമാത്മാവ് വേറെയും ആണെങ്കിൽ പരമാത്മാവിനെ അറിഞ്ഞാൽ ജീവാത്മാവിനെക്കുറിച്ച് അറിയത്തില്ല, ലോകത്തെക്കുറിച്ച് അറിയത്തില്ല. അങ്ങനെ ലോകത്തെക്കുറിച്ചോ ജീവാത്മാവിനെക്കുറിച്ചോ അപ്പോൾ അത് വേറിട്ടാണെങ്കിൽ, അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്നിനെ അറിഞ്ഞാൽ മറ്റൊന്നറിയുക സാധ്യമല്ലാത്തത് കൊണ്ട് യാതൊന്നാണോ ഒന്ന് തന്നെ എല്ലാമായി തീർന്നത്, അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ മാത്രമേ ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത് പ്രതിജ്ഞാസിദ്ധേഹേ. അപ്പോൾ ഇവിടുത്തെ പ്രതിജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊന്ന് ഏന വിജ്ഞാതേന എന്നുള്ള ഏന വിജ്ഞാനേന. അപ്പോൾ ഈ ഏതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവം വിജ്ഞാതം ഭവതി, എല്ലാം അറിഞ്ഞതായി തീരുമോ. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയുടെ സിദ്ധിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ ആ പ്രതിജ്ഞയുടെ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ തുടക്കത്തിൽ ജീവാത്മാവിൻ്റെ പ്രിയം തുടങ്ങിയിട്ടുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ആസ്മരത്യ ആചാര്യൻ പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ യാതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ എന്ന് പറയുമ്പോൾ ആ ഒന്ന് തന്നെയായിരിക്കണം എല്ലാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ജീവനായിട്ടുള്ളത് ഈ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ജീവബ്രഹ്മ അഭേദതയെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം തുടക്കത്തിൽ ജീവസംബന്ധമായിട്ടുള്ള പ്രിയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് വേണം നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ എന്ന്. അപ്പോൾ ഇവിടുത്തെ ഈ ആസ്മരത്യാചാര്യൻ്റെ അഭിപ്രായത്തിൽ ആദ്യം തീർച്ചയായിട്ടും ജീവാത്മാവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു, അത് വിജ്ഞാനാത്മാ എന്ന് പറയും. പിന്നീടാണ് പരമാത്മാവ്. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു തുടക്കത്തിലെ ജീവാത്മാ പരമാത്മാ ഭേദം എന്ന പോലെ ഉള്ളൊരു പ്രതീതി ഇവിടെ നമുക്ക് ആസ്മരത്യാചാര്യൻ്റെ അഭിപ്രായത്തിൽ കാണാൻ സാധിക്കുന്നു. ഉത്ക്രമിഷ്യത ഏവം ഭാവാത് ഔഢുലോമിഹി. മറ്റൊരാചാര്യൻ ഔഢുലോമി എന്ന് പറയുന്ന ആചാര്യൻ്റെ അഭിപ്രായത്തിൽ ഉത്ക്രമിഷ്യത ജ്ഞാനധ്യാനാദി പരിശീലനത്തോടു കൂടിയിട്ട് ശുദ്ധനായിട്ട് ഈ ദേഹത്തിൽ നിന്ന് വിടുമ്പോൾ എന്ന്. അതാണ് ഉത്ക്രമിഷ്യത. ഉത്ക്രാമന്തം സ്ഥിതം വാപി. ഉത്ക്രമിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവുക എന്നുള്ളർത്ഥം. അപ്പോൾ അങ്ങനെ ഉത്ക്രമിഷ്യത എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ, ആ പുറത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മരണത്തെക്കുറിച്ചല്ല പറയുന്നത്. പകരം ഇവിടെ ഈ ജ്ഞാന ധ്യാനാദി പരിശീലനം എല്ലാം കഴിഞ്ഞിട്ടുള്ള ആ പോക്ക്. ഉത്ക്രമിഷ്യത ഏവം ഭാവാത് ഇതി. ഏവം ഭാവാത് ഈ പരമാത്മഭാവത്തിൽ എത്തും എന്ന്. ജ്ഞാന ധ്യാന ആദികളാൽ ഈ ബഹിർഗമിക്കുമ്പോൾ
ഈ ഭാവത്തിൽ പരമാത്മഭാവത്തിൽ എത്തും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ ജീവാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ഔഡുലോമി എന്ന് പറഞ്ഞിരിക്കുന്ന ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ആശ്മരഥ്യാചാര്യനും ഔഡുലോമി എന്ന് പറയുന്ന ആചാര്യനും പറഞ്ഞിരിക്കുന്നതിനകത്തുള്ള വ്യത്യാസം എന്താ? ആശ്മരഥ്യാചാര്യ മതം വിജ്ഞാനാത്മാവിനെ പരമാത്മാവിൽ നിന്നുള്ള ഭേദത്തെ സ്പർശിക്കുന്നു എന്ന്. അപ്പം വിജ്ഞാനാത്മാ എന്ന് പറയുന്നത് ജീവാത്മാവിനെയാണ്. അപ്പോൾ ജീവാത്മാവിൽ നിന്നും പരമാത്മാവിന് ഒരു ഭേദകൽപ്പന തുടക്കത്തിൽ കാണിക്കുന്നു, എന്നിട്ട് ആ ഭേദത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പം തുടക്കത്തിൽ എന്തായാലും ഇവിടെ പ്രിയം വരുന്നത് പരമാത്മാവിന് പ്രിയം പുത്ര ഭാര്യ തുടങ്ങിയ ഭർത്താ പുത്ര ഭാര്യ എല്ലാം ഉണ്ട്. അത് നമ്മൾ ആ മന്ത്രത്തിൽ കാണാം എല്ലാം. പത്യുഹു കാമായ പതിഹി എന്ന് പറയുന്ന മാതിരി ജായായാഹ കാമായ ജായ എന്നുള്ള എടുത്ത് പറയുന്നുണ്ട്. അപ്പം പത്നിക്ക് വേണ്ടി പത്നിയെന്നും പുത്രന് വേണ്ടി പുത്രനെന്നോ പതിക്ക് വേണ്ടി പതിയെന്നോ ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ജീവാത്മാവിനെ സംബന്ധിച്ച. അപ്പോൾ ഈ ഒരു ജീവാത്മാ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വിജ്ഞാനാത്മാ. അപ്പം വിജ്ഞാനാത്മാവ് എന്നും പിന്നെ പരമാത്മാവ് എന്നും ഉള്ള ഒരു ഭേദസ്പർശം അതൊരു അല്പം ആശ്മരഥ്യാചാര്യൻ്റെ അഭിപ്രായത്തിലുണ്ട്. ഇനിയിപ്പോൾ ഔഡുലോമി എന്ന് പറയുന്ന ഈ ആചാര്യൻ്റെ അഭിപ്രായത്തിലാണെങ്കിലോ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നുള്ള ഈ സംഘാതമുണ്ടല്ലോ, ഈ സംഘാതമാകുന്ന ഉപാധിയുടെ സംബന്ധം നിമിത്തം വിജ്ഞാനാത്മാവിന് മാലിന്യം സംഭവിക്കുന്നതിനാൽ ജ്ഞാനധ്യാനാദി സാധനാനുഷ്ഠാനത്താൽ പരിശുദ്ധിയായിട്ട് ഈ ഉപാധിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പരമാത്മാവിനോടുള്ള ഐക്യം യുക്തമാണെന്ന് ഉള്ള അഭിപ്രായത്തോടു കൂടിയിട്ടാണ് ജീവ ഉപക്രമണം എന്നാണ് ഔഡുലോമി ആചാര്യൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് കാണാം ഇപ്പോൾ ഉള്ള ഒരു സ്ഥിതിയിൽ നിന്നും ഉത്കൃഷ്ടഭാവത്തിലേക്ക് പരമാത്മഭാവത്തിലേക്ക് എത്തും. അങ്ങനെ പരമാത്മഭാവത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം എന്ന രീതിയിലാണ് ജീവോപക്രമണം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഔഡുലോമി ആചാര്യൻ്റെ മതം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കേൾക്കുമ്പോൾ ഇതാണ് ഇന്ന് സാധാരണ ഏറ്റവും പോപ്പുലറായിട്ടുള്ള അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറൊന്നുമല്ല. അതായത് ഇത് ഏറ്റവും പോപ്പുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് സത്യം എന്നുള്ള അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ആചാര്യന്മാരുടെയും ഇത് പൂർണ്ണമായിട്ടും സിദ്ധാന്തപക്ഷം അല്ല താനും. ഇനി പൂർണ്ണമായിട്ടുള്ള സിദ്ധാന്തപക്ഷം എന്ന് പറയുന്ന അടുത്ത സൂത്രത്തിൽ പറയുന്നുണ്ട്. അവസ്ഥിതേരിതി കാശകൃഷ്ണഹ എന്ന്. കാശകൃഷ്ണൻ എന്ന് പറയുന്ന ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അവസ്ഥിതേഹേ ഇതി എന്ന്. അവസ്ഥിതേഹേ പരമാത്മാവിന് തന്നെ വിജ്ഞാന രൂപത്തിൽ അവസ്ഥിതി ശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ടാണ് പരമാത്മ അഭിന്നനായ ജീവാത്മാവിനെ കൊണ്ട് ആരംഭിച്ചിരിക്കുന്നത് എന്ന് കാശകൃഷ്ണ ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആ വ്യത്യാസം എന്ന് പറയുന്നത് ജീവാത്മ അഭേദത്വം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജീവാത്മാവിനെ കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് കാശകൃഷ്ണാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റ് രണ്ട് ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയല്ലേ? ഇങ്ങനെ തന്നെയാണ് അഭിപ്രായമെങ്കിലും ഒരു ലേശം വ്യത്യാസമുണ്ട്. അതിൽ ഈ ഉത്കൃഷ്ടമായ പരമാത്മഭാവത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനധ്യാനാദികൾ വേണമെന്നുള്ള അഭിപ്രായമുള്ളത് കൊണ്ട് ഇപ്പോൾ
ആ ജ്ഞാനധ്യാനാദികളുടെ അഭാവത്താൽ ഉത്കൃഷ്ടതയെ പ്രാപിക്കാത്ത ജീവാത്മാവിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഉപക്രമണത്തിൽ ജീവാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഔഡുലോമി ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം തുടക്കത്തിലെ ജീവാത്മ പരമാത്മ ഭേദം മാറാൻ തീർച്ചയായിട്ടും ജ്ഞാനധ്യാനാദികൾ വേണം എന്ന അഭിപ്രായത്തിലാണ് ഔഡുലോമി. നമുക്കത് കേൾക്കുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നും. പക്ഷേ അവസ്ഥിതി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ജീവാത്മ പരമാത്മ അഭേദത്വം തുടക്കത്തിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ തുടക്കത്തിൽ ജീവാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് കാശകൃഷ്ണാചാര്യൻ പറഞ്ഞിരിക്കുന്നു. ഇതേ അഭിപ്രായം ഇനിയിപ്പോൾ ഈ ആശ്മരത്യാചാര്യൻ്റെ അഭിപ്രായത്തിൽ ഇതാണ്, വിജ്ഞാനാത്മാവിന് പരമാത്മാവിൽ നിന്നുള്ള ഭേദത്തെ സ്പർശിക്കുന്നുണ്ട്. അവിടെ സ്പർശിക്കുന്നത് ഇപ്രകാരമാണ്: പരമാത്മാവിൽ ലയിക്കുമ്പോൾ ഭേദം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പ്രതിജ്ഞാസിദ്ധേഹേ, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പം പരമാത്മജ്ഞാനത്താൽ അഭേദജ്ഞാനം ലഭിക്കുന്നു. ഈ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ഈ ഏന വിജ്ഞാനേന സർവം വിജ്ഞാതം ഭവതി എന്ന് പറഞ്ഞ് പരമാത്മജ്ഞാനം കിട്ടിയാൽ എല്ലാം ശരിയാകും. അപ്പം പരമാത്മജ്ഞാനം കിട്ടിയില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. ഇങ്ങനത്തെ ഉള്ള ഒരു ധ്വനി നമുക്കവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു ധ്വനി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഈ ജീവാത്മ പരമാത്മ ഭേദമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ശാസ്ത്രത്തിൽ ജീവാത്മ പരമാത്മാവ ഭേദത്തെ ആദ്യം അംഗീകരിക്കുകയും പിന്നീട് ഭേദം ഇല്ലാതാക്കിയിട്ട് ഉപദേശത്താൽ ഭേദം ഇല്ലാതാക്കിയിട്ട് പിന്നെ അഭേദത്തെ കൽപ്പിക്കുകയും ചെയ്യുകയാണോ എന്ന്. അതോ ശാസ്ത്രം ജീവാത്മ പരമാത്മ അഭേദത്വം തുടക്കം മുതൽ തന്നെ സ്ഥിരീകരിച്ചുകൊണ്ടാണോ പോകുന്നതെന്ന്. ഇതിൻ്റെ വലിയ വ്യത്യാസമുണ്ട്. അപ്പം തുടക്കത്തിൽ ജീവാത്മ പരമാത്മ ഭേദമുണ്ട്, പിന്നീട് ശാസ്ത്രത്താൽ ഗുരുവാക്യ ഉപദേശം, പിന്നെ ഉപദേശം കൊണ്ട് കാര്യമൊന്നുമില്ല, പിന്നെ വേണ്ട എന്താ, പിന്നെ ധ്യാനവും ജ്ഞാനം. അപ്പോൾ അവനവൻ്റേതായിട്ടുള്ള പ്രയത്നമുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ജീവാത്മ പരമാത്മ ഐക്യം, അഭേദത്വം. അപ്പോൾ ഒന്ന് ജീവാത്മ പരമാത്മ ഐക്യം, രണ്ടാമത്തേത് ജീവാത്മ പരമാത്മ അഭേദത്വം. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ടിലേത് വേണമെങ്കിലും സന്ദർഭാനുസരണം എടുക്കാം. ഇത് സാധ്യമാകുന്നത് പിന്നീട് എന്ന്. അപ്രകാരം ഇത് ചെയ്തെങ്കിൽ മാത്രമേ അഭേദത്വം വരത്തുള്ളൂ എന്ന രീതിയിൽ ഉള്ള ഒരു പ്രതീതി കിട്ടിയാൽ, ഇപ്പം പോപ്പുലറായിട്ടുള്ളത് അതുതന്നെയാണ്. അപ്പോൾ ജീവാത്മപരമാത്മ അഭേദത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചുമ്മാ ഇരുന്നാൽ പോരാ. ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് അവർ പറയുന്നത്, അതിന് പണിയെടുക്കണം എന്ന്. അതിന് വേറെ പണിയെടുക്കണം. അപ്പോൾ എന്താ പണി? ആ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് പിടിച്ചോ, അവിടെ തൊട്ട് തുടങ്ങുന്നു. മൂക്ക് പിടിച്ചെന്ന് പറഞ്ഞാൽ പ്രാണായാമം ചെയ്യാം. അവിടെ തൊട്ട് തുടങ്ങിക്കോ, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന്. അപ്പം പിന്നെ അത് കൃത്യമായിട്ടുള്ള എല്ലാം ഈ പല പല കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേമാതിരിയുള്ള ഈ കൽപ്പനകൾ മുഴുവനും അനുസരിക്കണം. ഇങ്ങനെയൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായി ഉണരണം, രാവിലെ എണീറ്റ് പല്ല് തേക്കണം, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല മോനെന്ന് വിളിക്കാം എന്ന് പറഞ്ഞ മാതിരി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രവണവും മനനവും നിധ്യാസനവും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ മാതിരി ജീവാത്മ പരമാത്മ അഭേദത്വത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പിടിച്ച് എഴുതി കൈ തരും. അന്ന് മുതൽ ജീവാത്മ പരമാത്മ അഭേദത്വം കിട്ടിയ ആളാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് സർവശാസ്ത്ര വിശാരദനായിട്ടും സർവലോകഹിതൈഷനായിട്ടും ഒക്കെ പ്രവർത്തിക്കാം. അപ്പോൾ അതിനു മുമ്പ് വരെ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനു മുമ്പ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാല് ഉറയൊഴിച്ച് കടഞ്ഞ് തൈരാക്കിയിട്ട് തൈര് അനക്കാതെ വെച്ച്
പാല് ഉറയൊഴിച്ച പാൽ അനക്കാതെ വെച്ചിരുന്ന് തൈരാക്കിയിട്ട് പിന്നീട് ആ തൈരിന്മേൽ ഇളക്കാതിരുന്നതിൻ്റെ മുഴുവനും കൂടെ അങ്ങ് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇളക്കി അവസാനം ആ തൈര് മുഴുവനും വ്യാപിച്ചിരുന്ന വെണ്ണയെ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മുകളിൽ കൊണ്ടുവന്നിരിക്കുന്ന വെണ്ണയെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് അപ്പം വെണ്ണ എടുക്കാൻ വേണ്ടി വെറും തൈര് കടഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വെള്ളം ചേർത്ത് കടഞ്ഞ് വെള്ളം ചേർത്ത് കടയുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരുപാട് ഈ തത്വവിചാരങ്ങളെല്ലാം പല വിധത്തിൽ കൊണ്ടുവന്ന് അതിലേക്ക് ഇതൊക്കെ ഈ ലോകകാര്യങ്ങളും പുത്ര ഭാര്യ ഭർത്ത തുടങ്ങിയിട്ടുള്ള സകലതും കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് വെള്ളം ചേർക്കലേ ഈ ആത്മവിചാരത്തിൽ അങ്ങനെ എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് കടഞ്ഞ് എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്ത് അങ്ങനെ കടഞ്ഞ് വിചാരം ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് മുകളിലേക്ക് വെണ്ണ പൊന്തി വരുന്നു, ആത്മജ്ഞാനം പൊന്തി വരുന്നു. അങ്ങനെ ആത്മജ്ഞാനം പൊന്തി വന്നു കഴിഞ്ഞാൽ സൂക്ഷിച്ചതെടുത്ത് അത് കോരിയെടുത്ത് മാറ്റാം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടത് പിന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീടത് വെണ്ണയാക്കാം. വെണ്ണ എല്ലാവരും വെച്ചാൽ നെയ്യാക്കാം. അങ്ങനെ നെയ്യാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര കാലം വേണേലും സൂക്ഷിച്ച് വെക്കാവുന്നത് പോലെ ഇവിടെ നമുക്കത് മാറി, അതിൻ്റെ സ്വഭാവം മാറി, സ്വരൂപം മാറി. മറ്റത് പാലായിട്ടിരുന്ന് കഴിഞ്ഞാലും കെട്ടുപോകും, പിന്നെ തൈരായിട്ടിരുന്നാലും കെട്ടുപോകും, പിന്നെ അത് നശിച്ചു പോകും. അങ്ങനെ നാശമില്ലായ്മയിലോട്ട് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രയത്നം വേണമല്ലോ. ഇതേമാതിരി കിട്ടിയ ജീവിതത്തിനെ അങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാൽ അത് നാശമായിപ്പോകും. അങ്ങനെ നാശമാവായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ വെണ്ണയാക്കി നെയ്യാക്കി മാറ്റുന്നത് പോലെ ജ്ഞാനധ്യാനം ബാക്കിയുള്ള ഉപാസനകളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. എല്ലാവിധ ഉപാസനകളും ചെയ്ത് അവസാനം നെയ്യാക്കി മാറ്റുക, എന്നിട്ട് സൂക്ഷിച്ചു വെക്കുക. ഇങ്ങനത്തെ ഒരു പ്രയോഗമാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും പ്രിയം ഉണ്ടാവും. ഇത് തന്നെയാണ് വേണ്ടത്. ഞാനിനി നന്നാവാൻ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നന്നായിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ടുള്ളവന് മാത്രമാണ് ഇനി ഞാൻ നന്നാവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഞാൻ നന്നായിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചങ്ങ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് മാത്രമല്ല, ബാക്കിയുള്ളവരെല്ലാവരും നമ്മളെ ഉറപ്പിക്കുന്ന വേണ്ടി അത് തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ജനിക്കുമ്പം തൊട്ട് തന്നെ ഈ അച്ഛനും അമ്മയും തൊട്ട് തുടങ്ങും നന്നാക്കാൻ നോക്കൽ, പിന്നെ നാട്ടുകാർ മുഴുവൻ നന്നാക്കാൻ നോക്കൽ, പിന്നെ വീട്ടുകാർ മുഴുവൻ നന്നാക്കാൻ നോക്കൽ, പിന്നെ സ്കൂളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നന്നാക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ്. ഇടത്തോട്ട് തിരിയാൻ പാടില്ല, വലത്തോട്ട് തിരിയാൻ പാടില്ല, മുടി പിന്നിയിടണോ, മുടി നീട്ടിയിടണോ, മുടി മുന്നോട്ട് വെക്കണോ, മുടി താഴോട്ട് വെക്കണോ, മുടി വളർത്തണോ തുടങ്ങിയ സകല കാര്യങ്ങൾ, പിന്നെ നഖം വെട്ടണോ, നഖം തുടങ്ങിയ സകല കാര്യങ്ങൾ, ഏത് ഉടുക്കണം, ഏത് ഉടുക്കാൻ പാടില്ല, സകല കാര്യങ്ങൾ, ഏത് കഴിക്കണം, ഏത് കഴിക്കാൻ പാടില്ല, സകല കാര്യങ്ങൾ, ഏത് വായിക്കണം, വായിക്കാൻ പാടില്ല, എഴുതണം, എഴുതാൻ പാടില്ല, എങ്ങനെ എഴുതണം, എഴുതാൻ പാടില്ല, ഇടത്തോട്ട് ചരിച്ചെഴുതണോ, വലത്തോട്ട് എഴുതണം, പിന്നെ ഇടത്തു നിന്ന് വലത്തോട്ട് എഴുതി തുടങ്ങണോ, വലത്തു നിന്ന് എഴുത്തോട്ട് തുടങ്ങണോ, പുസ്തകത്തിൻ്റെ അവസാനത്തു നിന്ന് നോട്ട് ബുക്കിൻ്റെ അവസാനത്തു നിന്ന് മുന്നിലോട്ട് എഴുതി തുടങ്ങണോ, നോട്ട് ബുക്കിൻ്റെ ആദ്യം തൊട്ട് അവസാനത്തിലേക്ക് എഴുതി തുടങ്ങണം. സകല കാര്യത്തിലും നമ്മൾ നേരെ നമ്മളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവൻ തെറ്റാണ്. അവർ തിരുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ തിരുത്തി നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നന്നാക്കി എടുത്തു കഴിയുമ്പോൾ ഇവൻ നല്ലവൻ, അങ്ങനെയാണ് നന്നാക്കി എടുത്തതിനാൽ ഇവൻ നല്ലവൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരും. ഇപ്പോൾ സർട്ടിഫിക്കറ്റാണ് ഈ 10ാം ക്ലാസ്സിൽ കൊടുക്കുന്നത്, എന്താ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഇവൻ നല്ലവൻ എന്ന് പറയും. അത് 10ാം ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല, എന്ത് കാര്യത്തിന് പോയി കഴിഞ്ഞാലും ഇവൻ നല്ലവൻ എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വേണം ചെല്ലാൻ എന്നുള്ളതാണ്. ഒരു ജോലിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവിടെയും കൊടുക്കണം ഇത്. ഇനിയിപ്പം എന്തിനു പോയാലും ഇതില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നൊരു നല്ലവൻ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് തന്നാൽ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നടക്കാൻ യോഗ്യനായി എന്ന്. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെ ആയത് കാരണം നമുക്ക് മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ നല്ലവനാണെന്ന് നമുക്ക് സമ്മതിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി നടക്കലാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ പറയുകയാണ് നീ നല്ലവനാണെന്ന്, എങ്കിൽ പിന്നെ അയാളുടെ അടിമയായി. ഇത്രയേ ഉള്ളൂ. അതിനാണ് ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് പ്രിയം കാണിച്ചാൽ
ആ പ്രിയം എന്ന് പറയുന്ന സ്നേഹം കാണിച്ചാലാണ്. ആ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അംഗീകാരമാണ്. അപ്പം അംഗീകാരം എന്ന് പറയുന്നതും സ്നേഹം കാണിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. പിന്നെ തിരസ്കരിക്കൽ എന്ന് കാണിക്കലും അപ്രിയം കാണിക്കലും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളെ അത് അംഗീകരിച്ചാൽ, അപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് നല്ലവനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് തുല്യമാണ്. ഇതെല്ലാം വ്യംഗ്യത്തിൽ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റിലല്ല ഇൻഡയറക്റ്റിലാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിധേയത്വനായി. കാരണം നമുക്ക് വേണ്ടുന്നത് എന്താ? നമുക്ക് വേണ്ടുന്നത് ഈ അംഗീകാരം ഈ സർട്ടിഫിക്കറ്റാണ്. ഇതാണ് നമുക്ക് വേണ്ടുന്നത്, നല്ലവനാണ് എന്നുള്ളത്. നല്ലവനെന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാണ്, ഭാഷാ പ്രാവീണ്യമുള്ളവനാണ്, പിന്നെ ഇങ്ങനെയുള്ള എല്ലാം. ഇത് യോഗ്യത പല പല മേഖലകളിലാണ് യോഗ്യത. ശാസ്ത്രാദികളിലെ യോഗ്യത, കലകളിലുള്ള യോഗ്യത, പിന്നെ ദേഹരക്ഷണത്തിലുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ദേഹം രക്ഷിക്കാൻ യോഗ്യതയാണ്. അപ്പോൾ അങ്ങനെ രക്ഷിക്കാൻ യോഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളവനെന്ന് പറയുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു തൃപ്തി വരും. കണ്ടില്ലേ, നല്ല ദേഹം നോക്കുന്നവനാണ്. ദേഹം നോക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖം മിനുക്കാൻ ശേഷി, പിന്നെ തലമുടി നേരെയാക്കി വെക്കാനുള്ള ശേഷി, അത് കറുപ്പിച്ച് നടക്കാനുള്ള ശേഷി, ഇനി കറുപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ കറുപ്പിക്കാതെ നടക്കാനുള്ള ശേഷി, മുടി നിലനിർത്താനുള്ള ശേഷി, പിന്നെ മുടി കളയാനുള്ള ശേഷി, അത് വേറെ അങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ പച്ചപ്പുല്ല് പിടിപ്പിക്കുന്നത് മാതിരി പിടിപ്പിച്ചു വെക്കാനുള്ള ശേഷി, ഇങ്ങനെ പല 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 പരിപാടികളിലൂടെ നമ്മൾ നടത്തും. ലക്ഷ്യമെല്ലാം എന്താ? ലക്ഷ്യമെന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ നല്ലതാണെന്ന് മറ്റുള്ളവർ നമ്മളോട് പറയണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ആ ബോധ്യമില്ലാത്തത് കാരണം നമ്മളെ ഒന്ന് നന്നാക്കണം എന്നുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മൾ നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴുള്ള സ്ഥിതി നല്ലതല്ലാത്തത് കൊണ്ടാണല്ലോ നമുക്ക് നന്നാവേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മളിതെല്ലാം ഇനിയിപ്പോൾ ഈശ്വരനെ ഒന്നും ശരിയാവുന്നില്ലെങ്കിൽ അവസാനം ആശ്രയിക്കുന്നു, ഈശ്വരനെ ആശ്രയിച്ച് നമ്മൾ ഒന്ന് നന്നാവാം. അപ്പോൾ ഈശ്വരനെ ആശ്രയിച്ച് നന്നാവണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ നന്നാവണമല്ലോ. അങ്ങനെ നന്നാവാൻ വേണ്ടിയിട്ട് നമ്മളുള്ള പ്രയത്നമാണ് പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ പുണ്യം നേടി നന്നായി, അതാണ് നന്നാവൻ. അപ്പം പുണ്യം ചെയ്ത് കഴിഞ്ഞാൽ യോഗ്യനായി കഴിഞ്ഞാൽ എത്തിക്കഴിയാം എന്നുള്ളത്. അപ്പം ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നന്നായി നല്ലതാണ് എന്ന രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിലുള്ള നല്ലതല്ല എന്നത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം നടത്തണം. ഇതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം ഞാൻ നന്നാക്കാം എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പിന്നാലെ പോകും. ശരീരം യോഗം കൊണ്ട് നന്നാക്കാം, അവരുടെ പിന്നാലെ പോകും. ആയുർവേദ ചികിത്സ കൊണ്ട് നന്നാക്കാം, അവരുടെ പിന്നാലെ പോകും. പിന്നെ മനസ്സ് നന്നാക്കാം, ഏതെങ്കിലും ഇതുണ്ടല്ലോ ഈ ധ്യാനജ്ഞ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, അതിൻ്റെ പിന്നാലെ പോകും. ഏതെങ്കിലും ഭാഷ നന്നാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകും. ചുരുക്കത്തിൽ നമ്മളെ തന്നെ ഒരു അസംസ്കൃത വസ്തുവാക്കി കാണും. പിന്നെ അതുകൊണ്ട് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ സ്വയം സംസ്കരിക്കാൻ സാധ്യമല്ലല്ലോ. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, ശവം ദഹിപ്പിക്കുന്നതിനെയും സംസ്കാരം എന്ന് പറയുന്നു. അതല്ല, ഇവിടെ നമ്മളെ തന്നെ നന്നാക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശാസ്ത്രത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ അങ്ങനെ ശാസ്ത്രത്തെ ആശ്രയിച്ച് കഴിയുമ്പം എന്താണ്? നീ കെട്ടവനാണ്, അത് ഞാൻ അങ്ങ് സമ്മതിച്ചു, ഞാൻ നല്ലവനാക്കാം. ഇവിടെ തന്നെ നമ്മൾ രണ്ട് കൈയും കൂപ്പി മുഖം ഒന്ന് ചരിച്ച് ഒന്ന് തലയും കുനിച്ചിരുന്ന് കഴിഞ്ഞ് നന്നാക്കാം. അപ്പോൾ ഈ അപ്രോച്ചല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അപ്രോച്ച് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണോ ഉപനിഷത്തും? ഇത് തന്നെയാണോ അപ്രോച്ചെന്ന്? ഉപനിഷത്തിൻ്റെ അപ്രോച്ച് ഇതല്ല. ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നത് അവസ്ഥിതേ രീതി കാശകൃഷ്ണ. ഇതാണ് കാശകൃഷ്ണാചാര്യൻ പറഞ്ഞത്. അവസ്ഥിതേഹേ എന്ന് പറഞ്ഞത് ഈ അവസ്ഥിതിയെ കാണിക്കുന്നത്. അവസ്ഥിതി എന്ന് പറഞ്ഞാൽ ആരുടെ അവസ്ഥിതി എന്നാണ്? എന്തവസ്ഥിതി എന്നാണ് കാണിക്കുന്നത്? അതായത് ഈ ദുർബലനായ, പരാധീനനായ, ഈ
കാമ കാമത്തോടും കാമഭംഗത്തോടും അല്ലെങ്കിൽ മോഹത്തോടും മോഹഭംഗത്തോടും ഒക്കെ കഴിയുന്ന ദുരവസ്ഥയിൽ കഴിയുന്ന ജീവാത്മാവിൻ്റെ ദുർഗതി മാറ്റി ഒരു സദ്ഗതി ഉപദേശിക്കുന്ന തരത്തിലുള്ള ഒരു പോക്ക് എന്നുള്ളതല്ല ഇവിടുത്തെ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. പിന്നെന്താ ഈ അപ്പോൾ ആദ്യം ജീവാത്മ ഉപക്രമണം എന്നുണ്ടല്ലോ, ഉപക്രമത്തിൽ ജീവാത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഏതെന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ അതിനെയാണ് അറിയേണ്ടത്, അത് പരമാത്മാവാണെന്നുള്ളതാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. പിന്നെ ഫലസിദ്ധി എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ അറിഞ്ഞാൽ സർവക്ലേശ നിവൃത്തിയെന്നോ ഉത്കൃഷ്ടതയെന്നോ അല്ലെങ്കിൽ സർവം ഭവതി എന്നുള്ളത്, പരമാത്മാ സർവം, അതിനാൽ സർവം ഭവതി എന്നുള്ളതിലേക്ക് എല്ലാമായിത്തീരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കുകയും ചെയ്യുന്നു. അപ്പോൾ അല്പത്വത്തിൽ മാറിയിട്ട് സർവത്വത്തിലേക്ക് ഉള്ള ഒരു ഗതി. അപ്പോൾ ഇവിടെ ഇപ്രകാരമുള്ള ഒരു ഗതിയാണോ ഈ ഉപനിഷത്തിലെ ഉപസംഹാരങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിലൂടെ നടത്തുന്നത്? അതല്ല. അതിനു വേണ്ടിയിട്ടല്ല ഈ ഉപക്രമത്തിലെ ജീവാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പകരം അവസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാ തന്നെയാണ് ജീവാത്മാ എന്നതായിട്ട് നാം ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജീവാത്മാവിനെ ഉപക്രമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ജീവാത്മാവിനെ നന്നാക്കി പരമാത്മാവാക്കാം എന്നുള്ളത് അല്ല. ഇതാണ് നോട്ടത്തിലുള്ള പെശകാണ്, നമ്മുടെ വീക്ഷണത്തിലുള്ള പെശകാണിത്. വീക്ഷണത്തിലുള്ള പെശക എന്ന് പറയുന്നത് നമ്മുടെ വ്യവഹാരത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വ്യവഹാരം പോലെയാണ് ഇവിടുത്തെ തത്വചിന്ത പോകുന്നതെന്ന് വിചാരിക്കരുത്. വ്യവഹാരത്തിൽ തീർച്ചയായിട്ടും സംസ്കാരം വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ കെട്ടുപോകും. വ്യവഹാരത്തിൻ്റെ ആ സംസ്കാരത്തിൻ്റെ ആ ബുദ്ധി നമ്മൾ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവരണ്ട എന്ന്. വ്യവഹാരം നമുക്ക് നൽകിയ ദൃഢമാക്കപ്പെട്ടു പോയ ഒരു ബുദ്ധിയുള്ളത് കാരണം നന്നായാലേ നന്നാവത്തുള്ളൂ ഞാനെന്നുള്ള ബുദ്ധിയിൽ. അതുകൊണ്ട് എൻ്റെ പിള്ളേരും ഇതാണ് അടുത്തത്. എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രയത്നം ചെയ്തത് കാരണം ഞാൻ നന്നാക്കിയെങ്കിൽ മാത്രമേ പിള്ളേർ നന്നാവത്തുള്ളൂ എന്നുള്ള രീതിയിൽ പിള്ളേരെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവസാനം നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് പോലെ അച്ഛനെ മകൻ പിറകു കൊണ്ടടിച്ചു എന്നും പിന്നെ അമ്മയെ മകൾ ചൂല് കൊണ്ടടിച്ചു എന്നും ഒക്കെയുള്ള കഥകൾ പിന്നീട് വരുന്നുണ്ട്. നന്നാക്കാൻ ഒരുപാട് നോക്കി കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതല്ല ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. അപ്പം ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം അവസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. അവസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതാണ്: പരമാത്മാവിന് തന്നെ വിജ്ഞാനാത്മരൂപത്തിലെ അവസ്ഥിതിയാണ് ശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്നതെന്ന്. അവൻ തുടക്കത്തിൽ തന്നെ നമ്മുടെ ദൃഷ്ടി അല്ലെങ്കിൽ നമ്മുടെ അപ്രോച്ച്, നമ്മുടെ സമീപനം മാറ്റണം. പരമാത്മാ തന്നെയാണ് ജീവാത്മാ എന്ന് തുടക്കത്തിൽ തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ജീവാത്മാവിൽ തുടങ്ങിയിരിക്കുന്നത്. അല്ലാതെ ജീവാത്മാവിനെ നന്നാക്കി പരമാത്മാവാക്കൽ അല്ല. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രം മനസ്സിലായി. പിന്നെ നമ്മൾ പഠിക്കുന്നതെല്ലാം നമുക്ക് വളരെ വ്യക്തമാവുന്നു. അതല്ല ഇനി ഇത് നന്നാക്കി പരമാത്മാവാക്കാം എന്നുള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രം നമുക്ക് പ്രകാശം പരത്തുന്നതായിട്ട് തീർന്നിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കി പരമാത്മാവാക്കാം എന്നുള്ളതങ്ങ് മാറ്റിവെച്ചേക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ, പരമാത്മാ തന്നെയാണ് ഇത് എന്നതിലങ്ങോട്ട് ഉറച്ച് നീങ്ങുക. അപ്പോൾ നമുക്ക് ആ ഉറപ്പ് എങ്ങനെ കിട്ടുന്നു? ആ ഉറപ്പ് നമ്മൾ സ്വയം ചിന്തിച്ച് ഉറപ്പാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ സൂത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ചില സന്ദർഭത്തിൽ അപ്പോൾ ഇവിടെ ചിലർ പറയും അനുഭവം വന്നാലല്ലേ എല്ലാം ശരിയാകത്തുള്ളൂ, അതുകൊണ്ട് അറിവിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ശരി, ഓക്കെ. അറിവില്ലാത്ത ഒരനുഭവം എന്ന് പറഞ്ഞേ, അതൊന്ന് കേൾക്കട്ടെ. അറിവില്ല,
അറിവേ ഇല്ല എന്നാണ്. നമ്മൾ തിരിച്ചറിവെന്ന് പറയുന്ന അറിവ് അത് തന്നെയാണ്. ഞാൻ അറിഞ്ഞു എന്ന്, ഇത് മധുരമാണെന്ന് ഞാൻ അറിഞ്ഞു. ആ ഒരു അറിവ് അതിനകത്തുനിന്ന് അങ്ങ് മാറ്റിയ ശേഷം അനുഭവം എന്ന് പറഞ്ഞ് ഏതനുഭവമാണ് അറിവില്ലാതെ നിലനിൽക്കുന്നത്? ആ അറിവിലാണ് ഈ അനുഭവം നിൽക്കുന്നത്. അനുഭവമാണെങ്കിലും അനുഭവമില്ലായ്മയിലും നിൽക്കുന്നതെല്ലാം അറിവിലാണ്. ഇപ്പം ഈ അറിവ് എവിടെ നിൽക്കുന്നു എന്ന്, അനുഭവം എവിടെ നിൽക്കുന്നു, അറിവിൽ നിൽക്കുന്നു. അറിവ് എവിടെ നിൽക്കുന്നു? അറിവ് എവിടെ നിൽക്കുന്നത്? അറിയുന്നവനില്ലാതെ അറിവ് നിൽക്കത്തില്ല. അറിയുന്നവൻ ഞാൻ വേറെ. ഇപ്പം ഞാനില്ലാണ്ട് അറിവ് എവിടെയെങ്കിലും നിൽക്കുമെന്ന്? അത് നിൽക്കത്തില്ല. അറിയുന്നവനിലാണ് അറിവ് നിൽക്കുന്നത്. അപ്പോൾ അറിയുന്നവനിൽ അറിവ് എവിടെ നിൽക്കുന്നു എന്ന്, അറിയുന്നവനിൽ നിന്ന് അറിവൊന്ന് മാറ്റി നോക്കിയേ. അറിയുന്നവനിൽ നിന്ന് അറിവ് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അറിയുന്നവൻ എന്ന സ്റ്റാറ്റസ് അവനവിടെ ഇല്ല. പിന്നെന്താ? പിന്നെ അറിയാത്തവൻ എന്നായിപ്പോയി. അങ്ങനെയാണല്ലോ. അപ്പോൾ അറിയാത്തവനിൽ അറിവ് നിൽക്കത്തില്ല, അറിയുന്നവനിലേ അറിവ് നിൽക്കത്തുള്ളൂ. അറിയുന്നവൻ എന്ന സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ അറിവുണ്ടെങ്കിലേ അറിയുന്നവനാകത്തുള്ളൂ. അപ്പോൾ അറിയുന്നവനിൽ നിന്ന് അറിവ് അഭേദമായിട്ടേ നിൽക്കത്തുള്ളൂ, ഭിന്നമായിട്ട് നിൽക്കത്തില്ല. അറിവില്ലെങ്കിൽ അറിയുന്നവനില്ല, അറിയുന്നവനുണ്ടെങ്കിൽ അറിവുണ്ട്. അപ്പോൾ അറിയുന്നവനും അറിവും തമ്മിലുള്ള സംബന്ധം എന്ന് പറയുന്നത് അഭേദത്വം തന്നെയാണ്. അവിടെ ഭേദമില്ലായ്മയാണ്. ചുരുക്കത്തിൽ പറയാം, അറിയുന്നവനിൽ അഭേദമായിട്ട് നിൽക്കുന്നതാണ് അറിവ് എന്ന്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അനുഭവമാണോ ബലവത്തായിട്ട് നിൽക്കുന്നത്, അറിവാണോ ബലവത്തായിട്ട് നിൽക്കുന്നത്? അറിവ് ആശ്രയമാണ് അനുഭവത്തിന്. അനുഭവം വരുന്നു പോകുന്നു, അറിവ് വരുന്നില്ല പോകുന്നില്ല. അറിയുന്നവനിൽ അഭേദമായിട്ട് നിൽക്കുന്നതാണ്. ഏതാണ് സ്ഥിരം, ഏതാണ് അസ്ഥിരം? അനുഭവം അസ്ഥിരം, അറിവ് സ്ഥിരം. അങ്ങനെ വേണമെങ്കിൽ പരമാത്മാനുഭവം, മോക്ഷാനുഭവം ഇതൊക്കെ ഉണ്ടല്ലോ, അത് കിട്ടിയെങ്കിലല്ലേ പരമാത്മാ സത്യമാണെന്നും മോക്ഷം സത്യമാണെന്നും മോക്ഷ സുഖത്തെ അനുഭവിക്കുക ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം കണ്ട രണ്ട് ആചാര്യന്മാരുടെ അഭിപ്രായം ഉണ്ടല്ലോ, ആ ആചാര്യന്മാരുടെ അഭിപ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ പറയുന്നതും ചിന്തിച്ചും വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ആ അഭിപ്രായമല്ല മൂന്നാമത്തെ ആചാര്യൻ കാശകൃഷ്ണ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ അവസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മ ജീവാത്മാ എന്ന് പറയുന്ന ഭേദം തുടക്കത്തിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. ഭേദം ഉണ്ടെങ്കിലല്ലേ ഭേദം മാറ്റേണ്ട കാര്യമുള്ളൂ. ഇല്ലാത്ത ഭേദത്തെ എവിടുന്ന് മാറ്റാനാണ്? ഇല്ലാത്ത അപ്പം നമ്മൾ ഭേദമുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് കണ്ടത്? ഭേദമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ ഒരു കുഴപ്പത്തിൽ ചാടി. ആ ഒരു കുഴപ്പത്തിൽ ചാടിയ ഒരു വ്യക്തിയുടെ കുഴപ്പമൊന്ന് മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. പാമ്പിനെ കണ്ട് ഒരുവൻ പേടിച്ചു. പാമ്പിനെ കണ്ട് പേടിച്ചവൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് കണ്ട് പേടിച്ചു? പാമ്പിനെ കണ്ട് പേടിച്ചു. ഇത് പാമ്പല്ല കയറാണ് പറഞ്ഞു. പാമ്പല്ല കയറാണെന്ന് പറഞ്ഞപ്പോൾ അവന് ബോധ്യമായില്ല. അവൾ അവനടുത്ത് നോക്കാൻ പറഞ്ഞു. അവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പോഴും അവന് ബോധ്യമായില്ല. അവൻ പറഞ്ഞു, ടോർച്ചടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, ഇനി നോക്കെന്ന് പറഞ്ഞു. അവൻ ടോർച്ചടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അവനത് ബോധ്യപ്പെട്ടു. അപ്പോൾ അവിടെ ആ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ബോധ്യപ്പെട്ടപ്പോൾ പറഞ്ഞതുകൊണ്ടാണോ അവന് ബോധ്യപ്പെട്ടത്, അതോ കണ്ടതുകൊണ്ടാണോ അവന് ബോധ്യപ്പെട്ടത്? അപ്പോൾ പറഞ്ഞതുകൊണ്ട് അവന് ബോധ്യപ്പെട്ടില്ല, കണ്ടതുകൊണ്ടാണല്ലോ ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് അനുഭവം കൊണ്ടാണല്ലോ അവൻ അറിഞ്ഞത്. ഇതാണ് ഈ ഉദാഹരണം എടുത്തുകൊണ്ട് വരുന്നത്. ആ ഉദാഹരണം എവിടെ ആപ്ലിക്കബിൾ ആണെന്നാ, എവിടെയാണോ അനുഭവത്തിൻ്റെ തലം നിൽക്കുന്നത് അവിടെ വരുന്ന ദോഷത്തിലെ മാത്രമേ, അതായത് ഭ്രമയും പ്രമയും നിൽക്കുന്ന ഏതിനെ ആശ്രയിച്ചാണോ, അതായത് പ്രത്യക്ഷ പ്രമാണത്തിൻ്റെ പരിധിക്കുള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടേക്കേ ഇത് സാധ്യമാവത്തുള്ളൂ. അല്ലാതെ ഇത് ആത്മാവിൻ്റെ തലത്തിലേക്ക് അത് നീളത്തില്ല എന്ന് സാരം. ആത്മാവിൻ്റെ തലം എന്ന് പറയുന്നത് പ്രത്യക്ഷ ഇന്ദ്രിയങ്ങൾക്ക്
വിധേയത്വമായിട്ട് അധീനമായിട്ടുള്ള മേഖലയിലല്ല. പകരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നവൻ്റെ തലത്തിലാണ് നിൽക്കുന്നത്. ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നവൻ ഇന്ദ്രിയങ്ങൾക്ക് അധീനമായിട്ടുള്ള വസ്തുക്കളുടെ സ്വഭാവത്തിനനുസരിച്ചല്ല നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം ഇവിടുത്തെ അറിവും, ആദ്യം അറിവ്, പിന്നീട് അതിന്മേലുള്ള അനുഭവം. അത് അറിയേണ്ടത് ആരാ? അറിയുന്നത് ജീവാത്മ പരമാത്മ അഭേദത്തെ അറിയേണ്ടത് ആരാ? അപ്പോൾ ആരാണോ ജീവാത്മ പരമാത്മ അഭേദത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നത് അവനാണ് അറിയാൻ പോകുന്നത്. അറിയാൻ പോകുന്നവൻ അറിയുന്നത് എന്താ? ജീവാത്മ പരമാത്മ അഭേദം അറിയുന്നു. അങ്ങനെ ജീവാത്മ പരമാത്മ അഭേദത്തെ അറിയുമ്പോൾ ആരറിഞ്ഞു? ജീവാത്മാവ് അറിഞ്ഞോ പരമാത്മാവ് അറിഞ്ഞോ എന്നാ? ഇതാണ് ഇതിനകത്തെ സംശയം. ഇപ്പം ജീവാത്മാവ് അറിഞ്ഞെങ്കിൽ ജീവാത്മ പരമാത്മാ ഭേദത്തെ അറിഞ്ഞോ, അതോ പരമാത്മാവാണോ പരമാത്മാ ഭേദത്തെ അറിഞ്ഞത്? ഇപ്പം രണ്ടുത്തരം പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. ജീവാത്മാവാണ് അറിയുന്നതെന്നുണ്ടെങ്കിൽ ജീവാത്മാ പരമാത്മാ ഭേദത്തെ എങ്ങനെ അറിഞ്ഞു? ജീവാത്മാ എന്ന് പറഞ്ഞാൽ പരിമിതനാണ്. പരിമിതന് പരമാത്മാ എന്ന് പറഞ്ഞാൽ അപരിമിതമാണ്. പരിമിതൻ എങ്ങനെ പരിമിത സംബന്ധത്തെ അറിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ പരമാത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജീവാത്മ എന്ന് പറയുന്നത് ഇല്ല. അപ്പം അതുകൊണ്ടാണല്ലോ പരമാത്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പരമാത്മാവിനുള്ളിൽ ഒരുപാട് ജീവാത്മാക്കൾ എന്ന് പറയുന്ന ഒന്നില്ല. പരമാത്മാ ഏകമേവ അദ്വിതീയം ബ്രഹ്മയാണ്. ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അനേകമേവ എന്നുള്ള പ്രയോഗമില്ല. അനേകമേവ അദ്വിതീയം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഏകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ അല്ലെങ്കിൽ അനേകങ്ങളെ ഉൾക്കൊള്ളുന്ന ഏകമായ പരമാത്മാ എന്നും പറഞ്ഞിട്ടില്ല. അപ്പം ചുരുക്കത്തിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ ജീവാത്മ പരമാത്മാ ഐക്യം ആരറിയുന്നു എന്നുള്ളതാണ്. ജീവാത്മാവ് അറിയുന്നോ പരമാത്മാ അറിയുന്നു? പരമാത്മാവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജീവാത്മ പരമാത്മാവ് ഐക്യത്തെ അറിയത്തില്ല. പരമാത്മാവ് അറിയുന്നത് എന്താണ്? അഹം ഏകഃ എന്ന് പുല്ലിംഗത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. അഹം ഏകം എന്ന് നപുംസകലിംഗത്തിൽ പറയാം. ഇനി അത് രണ്ടുമല്ല, സ്ത്രീലിംഗത്തിൽ പറയണമെങ്കിൽ അഹം ഏകാ എന്ന് സ്ത്രീലിംഗത്തിലും പറയാം. ഏത് ലിംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെയുള്ളൂ. അപ്പം അതുകൊണ്ട് നിത്യമായിട്ട് പരമാത്മാ പുല്ലിംഗത്തിലും ബ്രഹ്മം നപുംസകലിംഗത്തിലുമാണല്ലോ. അപ്പോൾ ശരിക്കും ഈ പരമമായ സത്യം പുല്ലിംഗത്തിലാണോ പുല്ലിംഗമാണോ നപുംസകമാണോ? അതടുത്ത സംശയം. അതിന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലിംഗമൊന്നും ഇല്ല ചുരുക്കത്തിൽ. പിന്നെ ഭാഷയിൽ ലിംഗം വേണ്ടതുകൊണ്ട് മാത്രമാണ് ഈ ലിംഗം ഇടുന്നത്. അല്ലാതെ ഇത് ലിംഗവിധേയമായിട്ടൊന്നും അല്ല പുല്ലിംഗവും സ്ത്രീലിംഗവും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനത്തെ വേറൊന്ന്. അതുകൊണ്ട് ഈശ്വരനെ പുരുഷനായിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന ചിലരുണ്ട്. ചിലർ കാണുന്നുണ്ടെങ്കിൽ സ്ത്രീയായിട്ടിരിക്കുന്നതാണ്. ചിലർ കാണുന്നുണ്ടെങ്കിൽ പുരുഷനും സ്ത്രീയും അല്ലാത്ത രീതിയിലിരിക്കുന്നത്. ചിലർക്ക് മൃഗമായിട്ട് ഈശ്വരനെ കാണണം. ചിലർക്ക് ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വ്യവഹാരമാണ്. വ്യവഹാരത്തിലുള്ള സകല കാര്യങ്ങളും പരമാത്മാവിലോട്ട് അങ്ങനെ ഒരു അധ്യാരോപണം. ആരോപണം ഓരോ തരത്തിലാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സകല നാമരൂപങ്ങളും കൊണ്ടുപോയിട്ട് പരമാത്മാവിലേക്ക് ആരോപിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ നമുക്കറിവുള്ളതും നമുക്ക് കയ്യിലുള്ളതും അല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്ത്രം കൊണ്ട് നമ്മൾ ചാർത്തുന്നു, നമ്മുടെ കയ്യിലിരിക്കുന്ന ഭക്ഷണം കൊണ്ട് കഴിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു ഇതാണ് ഭഗവാന് കഴിക്കേണ്ടത്. നമ്മളങ്ങ് തീരുമാനിച്ചു. ഏത് ഭഗവാൻ? ആരുടെ ഭഗവാൻ? ഇതാണ് കഴിക്കേണ്ടത്. രാവിലെ കഴിക്കേണ്ടത് പാൽപ്പായസം കഴിക്കണോ, പിന്നെ കദളിപ്പഴം കഴിക്കണോ, അതോ പിന്നെന്താ മറ്റേ ഓരോരുത്തരും ഓരോ തരത്തിലാണ്. കോഴിയെ കഴിക്കുന്ന ആടിനെ കഴിക്കണോ, കോഴിയെ കഴിക്കണോ, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അതാണ് ഇപ്പോഴും ഉണ്ട്. ഈ മാടായിക്കാവ്, കണ്ണൂർ മാടായിക്കാവ് ടെമ്പിളിലാണെങ്കിൽ കോഴി ആണ് അവിടുത്തെ മാംസം പാകം ചെയ്ത് കൊടുക്കലാണ്. ഇനി മറ്റേ ആടിനെ ബലി ഇറക്കുന്ന ക്ഷേത്രങ്ങളുണ്ടല്ലോ, കാളി ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ആസാമിലുള്ള അവിടുത്തെ ദേവീക്ഷേത്രമുണ്ട്, കാമാഖ്യ ടെമ്പിളിലൊക്കെ. അപ്പോൾ അവിടെ കഴിക്കേണ്ടത് എങ്ങനെയാണ്? പരമാത്മാവിനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഈശ്വരനും ഈശ്വരിയും എല്ലാം ഇങ്ങനെയുള്ള. പിന്നെ ഓരോരുത്തരുടെ ഓരോ സ്ഥിതിക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന്
ഇതൊക്കെ എന്താ സത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പുരുഷനായിട്ടും സ്ത്രീയായിട്ടും ഒക്കെ ആദ്യം അങ്ങ് ഈശ്വരനെ അങ്ങ് തീരുമാനിച്ചു വെച്ചു. അതിനുശേഷം കഴിക്കേണ്ടതും ഉടുക്കേണ്ടതും കുളിക്കേണ്ടതും ഈ പറഞ്ഞ മാതിരി നമ്മൾ കുട്ടികളെങ്ങനെയാണോ കഴിക്കേണ്ടതും കുടിക്കേണ്ടതും നടക്കേണ്ടതും ഒക്കെ ഉള്ളത് അതേ രീതിയിൽ നമ്മൾ അങ്ങോട്ട് ആക്കി വെച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നു. എന്നിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് കുഴപ്പമില്ല. എന്നിട്ട് അതിൽ കയറിയിട്ട് ഇതാണ് സത്യം, ഇതിനപ്പുറത്ത് മറ്റൊരു സത്യമില്ല എന്ന രീതിയിൽ കൊല്ലാനും തല്ലാനുമായിട്ട് നടക്കില്ല. അത് വേറെ. ഇത് മുഴുവൻ എന്താണ്? ഇത് മുഴുവനും ആണ്. അങ്ങനെയല്ല ശാസ്ത്രത്തിൻ്റെ അപ്രോച്ച് ശാസ്ത്രം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവസ്ഥിതേഹേ എന്നുള്ള പ്രയോഗത്തിൽ ഈ ജീവാത്മ പരമാത്മാ അഭേദത്വമാണ് തുടക്കത്തിൽ തന്നെ ഉള്ളത്. അല്ലാതെ ജീവാത്മാ അഭേദത്വം ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒന്നല്ല എന്ന്. അപ്പോൾ അത് മനസ്സിലായില്ലയോ എന്നുള്ളതാണ് അജ്ഞാനിയും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലെങ്കിൽ അജ്ഞാനി സമം ദുഃഖി, മനസ്സിലായില്ലെങ്കിൽ അജ്ഞാനി വ്യവഹാരി ദുഃഖി. മനസ്സിലായാൽ എന്താ? അപ്പോൾ അജ്ഞാനിയല്ല ജ്ഞാനിയാണ്, പിന്നെ ദുഃഖിയല്ല സുഖിയാണ്, പിന്നെന്താ വ്യവഹാരിയല്ല. പിന്നെ വ്യവഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കാമക്രോധ വിധേയനല്ല എന്നേ അർത്ഥമുള്ളൂ. വ്യവഹാരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെയാണ്. അഭിമാനി, അതായത് ദേഹാഭിമാനി, കർമാഭിമാനി, ഓരോ തരത്തിലാണല്ലോ അഭിമാനി. പുത്രാഭിമാനി, ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ പുത്രൻ മിടുക്കനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പുത്രാഭിമാനികളുണ്ട്. അവർക്ക് അതിലാണ്. അല്ലെങ്കിൽ പുത്രി അഭിമാനികളും ഒക്കെയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മാവ് അഭിമാനിയാണ്, അത് മാവിന്മേൽ അഭിമാനം. എൻ്റെ മാവ് നല്ലോണം കായ്ക്കുന്ന മാവാണ്, അതിന്മേൽ അഭിമാനം. അപ്പോൾ പുത്രന് ചിലർ പുത്രനിൽ അഭിമാനിക്കുന്നു, ചിലർ മാവിൽ അഭിമാനിക്കുന്നു, ചിലർ വെക്കുന്ന വാഴകളിൽ അഭിമാനിക്കുന്നു. അത് പയർ ഒരു പിടിയും പിടിച്ചുകൊണ്ട് അഭിമാനത്തോട് ഫോട്ടോ എടുത്തുകൊണ്ട് ഇതാണ് പുത്രൻ്റെ കൂട്ടത്തിൽ അഭിമാനത്തോട് ഫോട്ടോ എടുക്കുന്ന പോലെയാണ് പയറിൻ്റെ കൂട്ടത്തിൽ അഭിമാനത്തോടു കൂടിയത്. ഇതൊക്കെയാണ് ഈ വ്യവഹാര ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യവഹാര ബുദ്ധി ഇല്ലാത്തവൻ ഇത്രയേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജ്ഞാനി എന്നുള്ള സ്ഥാനത്തേക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം എന്താ? വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ജീവാത്മ പരമാത്മ അഭേദത്വം ബോധ്യമായില്ലയോ? ബോധ്യമായെങ്കിൽ അഭേദത്വം ബോധ്യമായെങ്കിൽ ജ്ഞാനി. അഭേദത്വം ബോധ്യമായില്ലെങ്കിൽ പിന്നീട് പ്രയത്നമൊന്നും വേണ്ട, ഭേദത്തിലാണ് ആളിൻ്റെ സ്ഥിതി. ആ ഭേദത്തിൽ നിൽക്കുന്നവനാണ് വ്യവഹാരി എന്ന് പറയുന്നത്. അപ്പം ചുരുക്കത്തിൽ ശാസ്ത്രം പറയുന്നത് അഭേദത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു നമുക്കൊരു രീതി, ഒരു മെത്തേഡ് കാണിച്ചു തരലല്ല, പകരം ഉള്ള അഭേദത്തെ ബോധിപ്പിക്കലാണ്. ഇതുകൊണ്ടാണ് ശാസ്ത്രം നമുക്ക് ബോധകമാണ് എന്ന് പറയാൻ കാരണം. ശാസ്ത്രം ബോധകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ശാസ്ത്രം ബോധകമാണോന്ന്. അതും ശാസ്ത്രം ആണ്. പക്ഷെ ആ ശാസ്ത്രം എന്ന് പറയുന്നത് കർമ്മശാസ്ത്രമാണ്, അല്ലെങ്കിൽ ധർമ്മശാസ്ത്രമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബോധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധിപ്പിക്കൽ, സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന ശാസ്ത്രമാണ്. നമ്മുടെ സ്വരൂപത്തെ, പരമാത്മാവിൻ്റെ സ്വരൂപത്തെ ബോധിപ്പിച്ചാൽ നമുക്ക് പരമാത്മാവിൻ്റെ സ്വരൂപത്തെ ബോധിച്ചു എന്ന് വരത്തുള്ളൂ. ഇപ്പം വിഷ്ണു സ്വരൂപത്തെ എങ്ങനെയാണ്? ഭാഗവതത്തിൻ്റെ ഒരു ശ്രവണം നമ്മൾ കേട്ടു, ഒരു 2 പ്രഭാഷണം നമ്മൾ കേട്ടു, അത്രയേ ഉള്ളൂ. അല്ല അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും, ഭാഗവത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും കടക്കാതെ ഒരു അമ്പലത്തിലെ ഒരു പ്രഭാഷണം കേൾക്കാൻ പോയി. അവിടെയാണെങ്കിൽ അപ്പോൾ കേൾക്കാൻ പോയ ദിവസം നമുക്കവിടെ വിഷ്ണുവിൻ്റെ വിശ്വരൂപ വർണ്ണനയാണ് കേട്ടത്. ജസ്റ്റ് വിഷ്ണു രൂപവർണ്ണന, ആകാശം നിറഞ്ഞു നിൽക്കുന്നു, മുഖങ്ങൾ ഇത്ര നിൽക്കുന്നു, കൈകളും കാലുകളിലും ഒക്കെ ഉള്ള അലങ്കാരങ്ങളെക്കുറിച്ചും ആഭരണങ്ങളെക്കുറിച്ചും പിന്നെ വസ്ത്രത്തെക്കുറിച്ചും, മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വർണ്ണനകളെല്ലാം കേട്ടു. അപ്പോൾ ഇങ്ങനെയെല്ലാം കുറച്ച് വർണ്ണനകൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു ജ്ഞാനം കിട്ടിയല്ലോ. അപ്പോൾ ഈ ജ്ഞാനമാണോ? അങ്ങനെയൊന്നും അല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം പിന്നെ ഇവിടെ ഇപ്പോൾ അവസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത്? അനേന ജീവേനാത്മനാനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി, ഛാന്തോഗ്യോപനിഷത്ത് 6:3-2. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ്? അനേന ജീവേന, ഈ ജീവനാൽ, അനുപ്രവിശ്യ, അനുപ്രവേശിച്ചിട്ട്,
നാമരൂപേ വ്യാകരവാണി, നാമരൂപങ്ങൾ സൃഷ്ടിച്ചു എന്നർത്ഥം. സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രകടമാക്കി എന്നുള്ളത്, നാമരൂപങ്ങളെ പ്രകടമാക്കി. അപ്പം ജീവാത്മാവായിട്ട് അനേന ജീവാത്മന അനുപ്രവിശ്യ. അപ്പോൾ ഈ നാമരൂപങ്ങളെ വിപുലമാക്കുവാൻ വേണ്ടിയിട്ട്, പ്രകടമാക്കുവാൻ വേണ്ടിയിട്ട് യാതൊരു പരമാത്മാവുണ്ടോ ആ പരമാത്മാവ് തന്നെ അതിന് തുനിഞ്ഞിറങ്ങി. ഇത്രയേ ഉള്ളൂ. ഏതിന്? നാമരൂപങ്ങളെ പ്രകടമാക്കാൻ വേണ്ടിയിട്ട് പരമാത്മാവ് തുനിഞ്ഞിറങ്ങി. അങ്ങനെ തുനിഞ്ഞിറങ്ങിയപ്പോൾ ആ പരമാത്മാവിന് നമ്മൾ ഒരു പേര് കൊടുത്തു, ജീവാത്മാ എന്ന്. അല്ലാതെ പരമാത്മാ സ്വയം തനിക്ക് തന്നെ ഒരു പേര് ഇട്ടുകൊണ്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെ ആരാ? നമ്മളല്ലേ അന്വേഷകർ. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പേര് കൊടുത്തു. അപ്പോൾ നമ്മൾ അറിവില്ലാത്ത അന്വേഷിക്കുന്നവൻ കൊടുത്ത പേരല്ല. പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുള്ള ആചാര്യന്മാർ അപ്രകാരം പേര് കൊടുത്തു. ഇവനാകുന്നു ജീവാത്മാ എന്ന്. ഏതാ? അന്വേഷകൻ എന്ന്. ആ അന്വേഷകൻ ദുരിതത്തിൽ നിൽക്കുന്ന വ്യക്തി. അപ്പം ഇങ്ങനെയുള്ള അന്വേഷകനാണ് ജീവാത്മാ എന്ന രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ജീവാത്മാ പരമാത്മാ തന്നെയാകുന്നു. കാരണം അനേന ജീവേന എന്ന പ്രയോഗത്താൽ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് സിദ്ധിച്ചു. എന്താണ്? ജീവാത്മാ പരമാത്മാ അഭേദത്വം അവിടെ തന്നെ സിദ്ധിച്ചു. ഇനിയിപ്പോൾ ഈ ജീവാത്മാ തന്നെ പരമാത്മാവാണെന്നുള്ള ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ കിട്ടി. അനേന ജീവേന ആത്മന എന്ന്. ഇപ്പം ജീവേന ആത്മന, ജീവാത്മാവിനാൽ അനുപ്രവേശിച്ചു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ജീവാത്മാവിനെ തിരിച്ചിനിയും പരമാത്മാവാക്കി മാറ്റണോ? അങ്ങനെയാണല്ലോ അടുത്ത പ്രശ്നം. അപ്പോൾ ചുരുക്കത്തിൽ പരമാത്മാവ് എന്തായി? പരമാത്മാവ് ജീവാത്മാവായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം അനേകം ജീവാത്മാക്കളായപ്പോൾ പരമാത്മാ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എന്നിട്ടെന്തായി? ഇല്ലാണ്ടായി കഴിഞ്ഞിട്ട് നിറഞ്ഞ് ജീവാത്മാക്കളായി. അത് ഈ തേളോ പഴുതാരിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇതിൻ്റെ ഈ അമ്മത്തേളെന്ന് അമ്മപ്പഴുതാരിയൊക്കെ ഉണ്ടല്ലോ, അത് ഈ മുട്ടകളൊക്കെ ഇട്ടിട്ട് ആ മുട്ടകൾ മുഴുവനും കൂടെ ധരിച്ചിട്ട്, ഇതൊന്ന് പഴുതാരിയായിരുന്നു, മുട്ടകൾ മുഴുവനും കൂടെ ധരിച്ച് അതിൻ്റെ ദേഹത്ത് തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങ് നിർത്തും. ഈ കുഞ്ഞുങ്ങൾ മുഴുവനും കൂടി ഈ അമ്മയുടെ ദേഹത്തിലോട്ട് അങ്ങ് നിൽക്കും. അങ്ങനെ ദേഹത്തിലോട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഈ അമ്മയത്തെ അങ്ങ് തിന്നു തീർക്കും. അതോടുകൂടിയിട്ട് അതിൻ്റെ ജീവിതം തീരും. അത്രയും അങ്ങനെയാണ്. അത് അതിൻ്റെ തന്നെ ശരീരം. ഈ മാതാവ് സ്വശരീരം തന്നെ കുട്ടികൾക്ക് ഭക്ഷണമാക്കി അങ്ങ് കൊടുക്കുന്നു. കുട്ടികൾ അപ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നേരെ നടക്കാനുള്ള ശേഷി വരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് എവിടെ നിന്ന് പോയിട്ട് ഭക്ഷണം എന്ത് കിട്ടുന്നു? ഈ കുഞ്ഞ് ഈ പഴുതാര കുഞ്ഞുങ്ങൾക്ക് എന്ത് കിട്ടാൻ, എവിടെ നിന്ന് കിട്ടാൻ, എന്താ കഴിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് നടക്കാനുള്ള ശേഷിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുത്തു വിടുന്നു. അപ്പോൾ ഈ നൂറുകണക്കിനാണ്, അല്ലാതെ ഒന്നും രണ്ടും അല്ല ഇത് മുഴുവൻ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എന്തിനാ പറഞ്ഞത്? ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പരമാത്മാ ജീവാത്മാവായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പരമാത്മാവ് അങ്ങോട്ട് സ്വയം അമ്മയായിട്ട് അങ്ങ് മാറിയിട്ട് മുഴുവൻ നിൽക്കുന്ന ജീവാത്മാക്കൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ചുരുക്കത്തിൽ എന്താണുള്ളത്? ചുരുക്കത്തിൽ ജീവാത്മാക്കൾ മുഴുവൻ ഉണ്ടായി. പരമാത്മാ എന്ത് പറ്റി? അനേന ജീവേന ആത്മന എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് ഈ പരമാത്മാവ് ജീവാത്മാവായി പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നാ? അങ്ങനെ അല്ല. അതുകൊണ്ട് അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് ഈ പഴുതാര അതിൻ്റെ കുഞ്ഞുങ്ങളുടെയും മാതിരി അമ്മപ്പഴുതാര സ്വയം നശിച്ച് പഴുതാര കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി കൊടുത്തതുപോലെ പരമാത്മാവ് സ്വയം ജീവാത്മാവായിട്ട് മാറി അവനവൻ്റെ തന്നെ ഇല്ലാതാക്കിയിട്ടുള്ള ഒരു പരിപാടി അല്ല ഇത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം പരമാത്മാവ് സ്വയം ജീവാത്മാവായിട്ട് മാറിയ ശേഷമാണെങ്കിൽ പിന്നീട് ഈ പരമാത്മാവ് ഇച്ചിരി കഷ്ടപ്പെടും. ഈ ജീവാത്മാവായി മാറിയ പരമാത്മാവ് ഇച്ചിരി കഷ്ടപ്പെടും തിരിച്ച് പരമാത്മാവാകാൻ. അതിച്ചിരി കഷ്ടപ്പാടാണ്. ആരാക്കും എന്നുള്ളതാണ്. അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇവിടുന്ന് ഫുൾ ഫോഴ്സിൽ അങ്ങോട്ട് തള്ളിവിടണം, അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ നിന്നും ഈ ഫുൾ ഫോഴ്സിൽ അങ്ങോട്ട് വലിച്ചെടുക്കണം. രണ്ടിലേതെങ്കിലും ഒരു മാർഗ്ഗമല്ലേ ഉള്ളൂ. ഇപ്പം തിരിച്ച് പരമാത്മാവിലേക്ക് മാറ്റിവിടാൻ വേണ്ടിയിട്ട് ആ ശേഷിയുള്ളവർ ആരാ ഉള്ളത്?
ഇപ്പോൾ ഇവിടെ ഉള്ളത് ജീവാത്മാക്കളല്ലേ, ഏത് ജീവാത്മാവിനാണ് തിരിച്ച് പരമാത്മാവിൽ, ഇപ്പം ഈ ജീവാത്മാവിനെ തിരിച്ച് പരമാത്മാവാക്കാൻ ശേഷിയുള്ളത്? പരമാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തം, അനേ പരമ ഇതുണ്ടല്ലോ, ഏകമേവ ആനന്ദം, ഏകമേവ സർവം എന്നൊക്കെയുള്ള ആ ഒരു പ്രയോഗത്തിൽ പെടുന്നതാണ്. സർവം കല്ലിതം ബ്രഹ്മ എന്നൊക്കെ ഉള്ളതിനകത്ത് ഈ സർവത്തും കൂടെ ഉള്ളതാണ് ഈ പരമാത്മാ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജീവാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പ തുച്ഛ എന്നൊക്കെ പറയുന്നത്, എന്താണ് അല്പജ്ഞ, അല്പവിത്ത് എന്നൊക്കെ ഉണ്ടല്ലോ. പിന്നെ അല്പവ്യാപി, പിന്നെന്തായിരുന്നു, അല്പജ്ഞ, അല്പവ്യാപി, അല്പശക്തിമാൻ, ഇത്രയൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കൂട്ടത്തിൽ MA MEഡും BAയും ഇതൊക്കെ ഉണ്ടല്ലോ, BTech എന്നൊക്കെ പറഞ്ഞ് എഴുതി വിടുന്നതിൻ്റെ കൂട്ടത്തിൽ ജീവാത്മാ, അല്പശക്തി എന്ന് പറഞ്ഞാൽ AS എന്ന്. അപ്പോൾ ഇതേമാതിരി അല്പശക്തിമാൻ, പിന്നെ അല്പവ്യാപി, അല്പജ്ഞൻ, ഇതൊക്കെയാണ് ഇവിടുത്തെയുള്ള ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത്രയും ക്വാളിഫിക്കേഷനുള്ള ആളെങ്ങനെയാണ് ഈ ജീവാത്മാവിനെ തള്ളി പരമാത്മാവാക്കാൻ പോകുന്നത്? എവിടെ നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ജീവാത്മാവിനെ വലിച്ച് പരമാത്മാവാക്കാൻ അവിടെ നിന്ന് മുകളിൽ നിന്നൊരു ഫോഴ്സ് വരണം. മുകളിൽ നിന്നുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവല്ലാണ്ട് പരമാത്മാവിന് ഉപരിയായിട്ട് മറ്റൊന്നില്ലല്ലോ. ഒന്നുകിൽ പരമാത്മാ അല്ലെങ്കിൽ ജീവാത്മാ എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ ഉള്ളൂ, അല്ല മൂന്നാമതൊന്നും ഇല്ലല്ലോ. അതിലുള്ള പരമാത്മാ ഇപ്പം ജീവാത്മാവായി പോയെങ്കിൽ തിരിച്ച് പരമാത്മാവാകുക സാധ്യവുമല്ല. ഒരുപാട് പ്രശ്നമാണ്. ചുരുക്കത്തിൽ അതല്ല ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. അനേന ജീവൻ ആത്മന അനുപ്രവിശ്യ എന്ന് പറയുമ്പോൾ പരമാത്മാ സ്വയം നശിച്ച് ജീവാത്മാവായിട്ട് മാറിയിട്ടില്ല എന്നും കൂടെ ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതങ്ങനെ സർവാണി രൂപാണി വിചിത്യ ധീരഃ നാമാനി കൃത്വാഭിവദന്യതാസ്തേ എന്ന്, എല്ലാ നാമരൂപങ്ങളെയും സൃഷ്ടിച്ചിട്ട് നാമരൂപങ്ങളെ നിശ്ചയിച്ചിട്ട് ആ നാമരൂപകാര്യങ്ങളോടുകൂടി തന്നെ പലവിധ വ്യവഹാരങ്ങളെ നടത്തിക്കൊണ്ട് ഏതൊരു വസ്തു വസിക്കുന്നുവോ ആ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നവൻ ഇവിടെ തന്നെ മുക്തനാകുന്നു എന്ന്. ഇപ്രകാരമാണ് അത് പോകുന്നത്. ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാമായി തീർന്നു എന്നതുകൊണ്ട് ഇതെല്ലാമായി മാറിയില്ല എന്ന്. അപ്പം ഇവിടെ ആശ്മരത്യാചാര്യൻ ജീവൻ ബ്രഹ്മ അഭിന്നനാണെന്ന് പറയുന്നുവെങ്കിലും പ്രതിജ്ഞാസിദ്ധിക്ക് വേണ്ടിയിട്ട് ഏകവിജ്ഞാനത്താൽ സർവം വിജ്ഞാനം സിദ്ധിക്കുമെന്നതാണ് പ്രതിജ്ഞാസിദ്ധി. ഈ സിദ്ധിക്ക് വേണ്ടിയിട്ട് ജീവോപക്രമണം, ജീവന് ബ്രഹ്മത്തിൽ ഭേദമുണ്ടെന്നുള്ള തുടക്കം അംഗീകരിക്കുന്നതായിട്ടുള്ള പ്രതിജ്ഞയാണ് ആശ്മരത്യാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഈ ആശ്മരത്യാചാര്യൻ്റെ അഭിപ്രായത്തിലാണ് ഒരു ബഹുഭൂരിപക്ഷം സാധകരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഔഡുലോമി ആചാര്യൻ പക്ഷത്തിലാണെങ്കിൽ പരമാത്മാവിനും ജീവാത്മാവിനും ഉപാധി സംബന്ധമായ ഭേദങ്ങളുണ്ട്. അത് കാരണം ജ്ഞാനധ്യാനാദികൾ കൊണ്ടിട്ട് ഉത്ക്രമണം, അതായത് മുകളിലേക്ക് ഉയർന്നിട്ട് ധ്യാനം തുടങ്ങിയുകൊണ്ട് മുകളിലേക്ക് ഉയർന്ന് നന്നാക്കി പരമാത്മാവിൽ ഏകത്വം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അവിടെയും ഇതേമാതിരിയുള്ള പ്രശ്നമുണ്ട് എന്ന്. അവിടെ എന്താ ഉപാധിയാൽ ഭേദം എന്ന്. ആ ഉപാധിയാൽ ഭേദം എന്ന് പറയുന്നതും ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഉപാധി നാശത്താൽ മാത്രമേ ഭേദനാശം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഉപാധി നാശം എന്ന് പറയുമ്പം കർമ്മത്തിൻ്റെ മേഖലയായി. ഉപാധിയെ നശിപ്പിക്കണമെന്ന് പറയുന്നത് അത് വേറൊന്നാണല്ലോ. അപ്പോൾ ഇതും എങ്ങനെയാണിപ്പം ഉപാധിയെ നശിപ്പിക്കുക? ചിലർ പറയുമ്പം ജ്ഞാനത്താൽ ഉപാധിയെ നശിപ്പിക്കും, കർമ്മത്താൽ ഉപാധിയെ നശിപ്പിക്കും. ഇപ്പം ശരീരം കർമ്മഫലമാണ്, ജ്ഞാനഫലമായിട്ടുണ്ടായതല്ലല്ലോ നമ്മുടെ ശരീരം ഒരു ഉപാധിയാണ്. എങ്ങനെയാണ് ജ്ഞാനത്താൽ ഈ ശരീരത്തെ നശിപ്പിക്കുന്നത്? പിന്നെ കർമ്മത്താൽ. അപ്പം കർമ്മത്താൽ നമ്മൾ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതെന്താ, ഈ ശരീരം നശിക്കുന്നത് കർമ്മത്താൽ നശിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ ആത്മഹത്യയായിട്ട് മാറത്തില്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് ഇതിൻ്റെ അത് വെച്ചിട്ട് ചിലർ അതാണ് വേണ്ടതെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് അവർ ധ്യാനത്തിൽ ഇരുന്നിരുന്ന് ദേഹത്തെ നശിപ്പിക്കുന്നത്.
നശിപ്പിച്ചു പോകുന്ന ആൾക്കാരെന്ന്. അത് അവർ വിചാരിക്കുന്നത് അത് ശരിയാണെന്നും അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വേറെ ചില ആൾക്കാരും. അതൊക്കെ എന്ന് പറയുന്നത് ഇത് ശരീരം നമ്മൾ ഇല്ലാതാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒന്നല്ല, അത് പോകുന്ന ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രയത്നം ചെയ്തിട്ട് ഞാൻ പ്രയത്നിച്ച് ശരീരത്തെ അങ്ങ് ഇല്ലാതാക്കി വലിയൊരു മഹത്വം പോലെ. ഇത് നമ്മൾ ഒന്ന് പ്രയത്നവും ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെയും അതില്ലാതാകുന്ന ഒന്നാണ്. ഇല്ലാതാകുന്ന ഒന്നിനെ ഇല്ലാതാക്കാൻ പോകുന്നവൻ അത് വലിയൊരു വിഡ്ഢിയാണ്. അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് പോകുന്നത് മന്ദബുദ്ധികൾ എന്ന് പറയുന്നത് ഈ കൂട്ടരെയൊക്കെയാണ്. എന്നാൽ കാശകൃഷ്ണാചാര്യൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആചാര്യനല്ല. അപ്പോൾ കാശകൃഷ്ണാചാര്യനാകട്ടെ ശ്രുതിക്കനുസരിച്ചിട്ട് ഉള്ളത് തന്നെയാണ് പറയുന്നത്. ഇതാണ് ശ്രുതിയുടേത്. ശ്രുതി പറഞ്ഞിരിക്കുന്നതാണ് ജീവാത്മ പരമാത്മ അഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നാണോ ജീവാത്മാ പരമാത്മാ അഭിന്നമാണ് എന്ന്, അതിനപ്പുറത്തല്ല പരമാത്മാ. ഇതെന്താ മനസ്സിലാക്കാൻ ഇത്ര പാടെന്നുള്ളത്. എവിടെയാണോ ജീവാത്മാ അവിടെയാണ് പരമാത്മ. അല്ലാതെ ജീവാത്മാ എവിടെയെങ്കിലും പോയിട്ട് നേടേണ്ട ഒന്നല്ല പരമാത്മ. പരമാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവൊക്കെ എനിക്കുണ്ട്, ഇനി എനിക്ക് വേണ്ടത് കൃഷ്ണനെയാണ് വേണ്ടത്, കൃഷ്ണനും രാധയും കൂടെയാണ് വേണ്ടത്, കൃഷ്ണനും രാധയും പിന്നെ ഗോക്കളും കൂടെയാണ് വേണ്ടത്, കൃഷ്ണനും രാധനെയും ഗോക്കളും കൂടെ വൃന്ദാവനത്തിലാണ് വേണ്ടത്, കൃഷ്ണനും രാധയും ഗോക്കളും വൃന്ദാവനും എല്ലാം കൂടെ ഗോലോക് വൃന്ദാവനത്തിലാണ് വേണ്ടത്. ഗോലോക് വൃന്ദാവനം എന്ന് പറയുന്നത് വൈകുണ്ഠത്തിനും അപ്പുറത്തുള്ള ഗോലോകം, അവിടെയാണ് വേണ്ടത്. ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആ ഒരു പോക്കല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റാണ്. എവിടെയാണോ പരമാത്മ, ആ പരമാത്മ എന്ന് പറയുന്നത് എവിടെയാണോ ജീവാത്മാ അവിടെ തന്നെ. അതെങ്ങനെ ഇപ്പം മനസ്സിലാക്കാൻ പറ്റും? അതിങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് ഇതുണ്ടല്ലോ, യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ, ആ ഒരു പ്രയോഗമുണ്ടല്ലോ. അപ്പം ഈ ഗുഹയിൽ, ബുദ്ധിഗുഹ എന്ന് പറയുമ്പം ഉടനെ, അല്ലെങ്കിൽ ചിലർ ഹൃദയഗുഹ എന്ന് പറയുന്നത്, ഹൃദയഗുഹയെന്നും ബുദ്ധിഗുഹയെന്ന് പറയുന്നതല്ല ഒന്ന് തന്നെ. സ്ഥൂല ശരീരത്തിൻ്റെ ഗുഹയ്ക്ക് ഇവിടെ സ്ഥൂല ശരീരത്തിൻ്റെ ഹൃദയത്തിന് പ്രസക്തിയൊന്നുമില്ല. അവിടെ എവിടെയാണോ വിജ്ഞാനമുള്ളത് അതാണ് ഗുഹ. അവിടെയാണ് വിജ്ഞാതാവുള്ളത്. വിജ്ഞാനം എന്ന് പറയുന്നത് നിൽക്കുന്നത് ബുദ്ധിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിയാണ് ഗുഹ. ബുദ്ധി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നവൻ വിജ്ഞാത എന്നറിയുന്നത്. ആ ബുദ്ധിഗുഹയിൽ വിജ്ഞാത നിൽക്കുമ്പോൾ ആ വിജ്ഞാതാവിനിൽ നിന്ന് അന്യനായ ഒരു പരമാത്മാവിനും കൂടെ ആ ബുദ്ധിഗുഹയിൽ നിൽക്കാൻ സ്പേസ് ഉണ്ടോ? ഇതാണ് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാത്മാവ് അങ്ങോട്ട് ചിരമണി വലിയ പരമാത്മാവാണല്ലോ, അത് ഈ ചെറിയവനാണല്ലോ ജീവാത്മാ. അപ്പോൾ ജീവാത്മാ ഒരറ്റത്തിൽ, ഈ ബുദ്ധിഗുഹയുടെ അറ്റത്തിൽ ജീവാത്മാ പറ്റിപ്പിടിച്ചിരിക്കുകയും പിന്നെ ബുദ്ധിഗുഹ മുഴുവനും കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരമാത്മാവ്. അങ്ങനെയാണോ? ഒരേ വലിപ്പത്തിലുള്ള രണ്ട് പരമാത്മാക്കളാണോ? എങ്ങനെയാണ്? അതോ ഇനിയിപ്പം പരമാത്മാവിൻ്റെ തോളിലിരിക്കുന്ന ഒരു ജീവാത്മാവാണോ? അതോ ഇനി ജീവാത്മാവിൻ്റെ തോളിൽ പരമാത്മാവാണോ ഇരിക്കുന്നത്? ആഞ്ജനേയ സ്വാമിയുടെ തോളിൽ ശ്രീരാമചന്ദ്രസ്വാമി ഇരുന്നത് പോലെ അങ്ങനെയാണോ? എങ്ങനെയാണ്? ഇതാണ് അങ്ങനെയൊന്നും അധികം കടന്ന് ചിന്തിക്കേണ്ട. ഇങ്ങനെ കടന്ന് ചിന്തിക്കുന്നതൊക്കെ എന്ന് പറയുന്നത് ശാസ്ത്രവിരോധമാണ്. അങ്ങനെ ശാസ്ത്രത്തിൽ കൂടെ ചിന്തിക്കേണ്ടതല്ല. പക്ഷേ ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നില്ലെങ്കിലും പറയുന്നില്ലെങ്കിലും പ്രവർത്തിക്കുന്നത്. അവരുടെ രീതിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ കിടക്കുന്നത്? എന്താണ്? ജീവനും ബ്രഹ്മത്തിനും ഭേദമില്ലാത്തത് കൊണ്ട് ജീവബ്രഹ്മ അഭേദത്വം കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുടക്കത്തിൽ ജീവാത്മാവിനെ ഈ ശ്രുതിവാക്യത്തിൽ ആത്മാവാരേ ഇതുണ്ടല്ലോ, പത്യുഹു കാമായ പ്രിയ പതിഹി പ്രിയോ ഭവതി തുടങ്ങിയിട്ടുള്ള രീതിയിൽ ആദ്യം ജീവാത്മാവിനെ കാണിച്ചിരിക്കുന്നത്. പ്രശ്നമുള്ളത് ജീവാത്മാവിനാണ് എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ അവിടെ ഈ ജീവാത്മാവായിട്ട് അനേന ജീവേന ആത്മന അനുപ്രവിശ്യ എന്നുള്ളതിലൂടെ
ആ ജീവാത്മാ തന്നെയാണ് പരമാത്മാ എന്ന് സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ജീവാത്മ പരമാത്മ അഭേദത്വം കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അതാണ് പ്രതിജ്ഞ. ആ ഒരു അഭേദത്വം കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജീവാത്മാവിനെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്നേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.